ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജിനോ സ്പൈസി വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഫിഷ് തവ ഫ്രൈ. നമുക്കിത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ ഇതെങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോയാലോ. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മീഡിയം സൈസുള്ളൊരു ഫിഷാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആഗോലിയാണ്. വിനാഗിരി വേണം, മല്ലിയില, വറ്റൽമുളക്, ഇതൊരു 7 എണ്ണത്തോളം വേണം, ചെറിയ നാരങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തത്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, തേങ്ങ, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, തേങ്ങാപ്പാൽ, തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്. 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ വിനാഗിരി, 2 ചെറുനാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഇത് മൂന്നൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ഫിഷിൽ നന്നായിട്ടൊന്ന് തേച്ച് വെക്കാം. ഇതിങ്ങനെ ഒരു 20 മിനിറ്റോളം നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിൽ വരുന്ന ബാക്കി മിക്സ് നമുക്ക് ലാസ്റ്റ് ഗ്രേവിയിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം, അതുകൊണ്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫിഷിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായ ശേഷം അതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. ഇതൊരു 7 എണ്ണത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലിപ്പോൾ ഞാനിവിടെ ഒരു 1.5 തക്കാളിയോളം ഞാനതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂണോളാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വറ്റൽമുളക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ഒന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഈ മിക്സ് നമുക്ക് പകുതി ഈ ഫിഷിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കാം. എന്നിട്ട് ഇത് നമ്മൾ ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ബാക്കി വരുന്ന മസാല നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ല ആ മസാലയിലേക്ക് ഒരു കഷ്ണം സവാളയുടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ പാനിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി, മല്ലിയില ഇതൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ വിനാഗിരിയുടെയും നാരങ്ങയുടെയും ഉപ്പും ചേർത്തിട്ടുള്ള ആ മിക്സ് നമുക്ക് ഈ ടൈമിൽ കുറച്ച് വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യൂബ് ബട്ടറൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വന്ന ശേഷം നമുക്കിതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം.
ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മിനിറ്റോളം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് തവ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.